പ്ലീസ് ആരും സ്കിപ്പ് ചെയ്യല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി. എനിക്കറിയാം ഈ ഒരു സ്റ്റോറി ഫുള്ള് അത്യാവശ്യം എപ്പിസോഡ്സ് ബാക്കായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല അറിയാം. ഒക്കെ ഓരോരോ തിക്കും തിരക്കുകളായിരുന്നു. ഇതിനിടയിൽ വയ്യാണ്ടായി. ഈ സ്റ്റോറി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് PCOD അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ബ്ലീഡിങ്ങുമായിട്ട് അങ്ങനെ കുറച്ച് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് കല്യാണമായി. കല്യാണത്തിന് തിക്കും തിരക്കുകളായി. പിന്നെ അവർ പുതിയ വീടിനോട് അവിടെ നിന്ന് ഡബ് ചെയ്യാൻ ഒരു ഓക്വേർഡ്നെസ്, എന്താ അറിയില്ല, സൗണ്ട്. ഞാനൊക്കെ ഡബ് ചെയ്യുമ്പോൾ അത്യാവശ്യം സൗണ്ടിലേ ചെയ്യാം. എൻ്റെ സ്റ്റോറീസ് അഗിയെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാനത് ഈ വീട്ടിലിരുന്നിട്ട് അതിൽ ചെയ്തപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ചില ഭാഗങ്ങളുടെ വോയിസ് ഉറക്കെ പറയാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ആ ഒരു കംഫോർട്ടിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ വന്ന് തുടങ്ങുന്നു. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ വോയിസ് എൻ്റെ ഡബ് ചെയ്യുമ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ എന്താ നമ്മളൊരു ഡയലോഗല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഇനി നമുക്ക് കൂടിപ്പോയ 2 എപ്പിസോഡ്, അതിൽ കൂടുതൽ സ്റ്റോറി ഇനിയില്ല, കഴിയാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ലാഗായിട്ടും എനിക്കറിയാം ഒരു 4000 പേര് എപ്പോഴും സ്റ്റാർട്ടിങ് മുതൽ ഈ സമയം വരെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു 4000 പേര് ഇതുവരെ കഴിഞ്ഞ എപ്പിസോഡ്സിൽ. അതിനൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് ഇത്രയും ലേറ്റായിട്ട് നിങ്ങളൊക്കെ ചെയ്തു തന്നതിൽ, ലൈക്ക് ചെയ്തതിൽ. ആൻഡ് ഇനി ഈ സ്റ്റോറി അവസാനിക്കാൻ പോവാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ സ്റ്റോറി അത്യാവശ്യം എല്ലാവരും കാണണം എന്നുള്ളത്. ഈ ഞാൻ കാരണം തന്നെയാണ് അത് നടക്കാതിരുന്നതും. എൻ്റെ ഒരു വിശ്വാസം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്റ്റോറി ആണെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും സ്റ്റോറി ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ട് തീർത്ത് ഇത് അവസാനിപ്പിക്കാൻ പോവാണ്. സ്റ്റോറി കഴിയാനാവുകയാണ്. ഇനിയിപ്പോൾ 2 എപ്പിസോഡ് കൂടി ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കരക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഞാനൊരിതും കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ഷമയോടെ അവസാനം വരെ കാണുക. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിൽ തന്നെ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ടോയെന്ന് അറിയില്ല. ഇത് എൻ്റെ YT സ്റ്റുഡിയോ എന്തോന്നും അറിയില്ല, ഇവർ എറർ കാണിക്കുന്നുണ്ട്. എനിക്ക് കമൻസ് കുറച്ച് കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. ഞാൻ അത് അൺഇൻസ്റ്റാളാക്കി ഇൻസ്റ്റാൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം സ്റ്റോറി അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് ആൾക്കാർക്ക് കാണാമല്ലോ. ഇനി അധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എനിക്കത് ഒന്ന് ചെയ്തു തരാം. എന്താ പറയുക, എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഈവൻ എൻ്റെ ഒരു 2 years ബാക്ക് ഞാൻ അബൌട്ട് ദിസ് ലവ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ചെയ്തിരുന്നു. ആ സ്റ്റോറി ചെയ്യുമ്പോഴേക്കും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ, പഠിത്തം അങ്ങനെ പറഞ്ഞ് പോയ കാരണം ഒരു 2 years ഗ്യാപ്പ് ഞാൻ വന്നല്ലോ. അപ്പോൾ അപ്പോഴും ഇതിലുണ്ടായിരുന്ന ഒരു സ്റ്റോറി ആഗ്രഹിച്ച് ചെയ്തതായിരുന്നു. പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഞാൻ ആഗ്രഹിച്ച പോലെ വ്യൂസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതുവരെ എല്ലാവരും കണ്ടതിനും എല്ലാവരും കമന്റ് ചെയ്തിട്ടും സന്തോഷമാണ്. അത്രയും ലാഗായിട്ടാണെങ്കിലും ഇത്ര പേര് കാണുന്നുണ്ടല്ലോ എന്ന് അറിയിക്കുമ്പോൾ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എല്ലാവരും ഒന്ന് കണ്ടിരുന്നെങ്കിൽ തോന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഹൈപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അപ്പം എല്ലാവരും എപ്പിസോഡ് കണ്ടോളൂ. അപ്പോ എഴുന്നേറ്റ്, സമയായി, എഴുന്നേക്ക്. സ്കൂള് സമയായി മോളെ, വായോ എഴുന്നേക്ക്. പപ്പയുടെ മോളല്ലേ, വാ എഴുന്നേക്ക്.
beautiful today. Thank you. നിനക്കെന്താ പണി? എന്താ മോനെ? Hello, ma'ams. ഈ കുശിപ്പൻ്റെ അടുത്ത് മാട്ടി മേടിക്കും. ഇതാരെയും മാംസ്. മലയാളത്തില് അങ്കിളുടെ മാമല്ലേ വിളിക്കാം. പിന്നെ മാമ പഴയതല്ലേ, അത് ന്യൂ സ്റ്റൈൽ മാംസ്. അവന്റെ ഒരു മാംസ്. ഓക്കെ ഐഷി, നമുക്ക് ക്ലാസ്സിൽ പോയാലോ? അതെ, നീ അവന്റെ കൂടെ പോവണ്ട. ബൈ പപ്പ. കൺമണി, ആർ യു ഷ്യൂർ അബൌട്ട് യുവർ ഡിസിഷൻ? നല്ലോണം ആലോചിച്ചോ? വെരി ഷുവർ ചേച്ചി. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞേ, എനിക്ക് ആരെങ്കിലും ആവശ്യം ലൈഫ് ലോങ് വേണം. ഞാൻ ഡിസൈഡ് ചെയ്തു. സിമ്പതിയുടെ പുറത്തൊന്നും നീ പറയുന്നതല്ലല്ലോ. അങ്ങനൊന്നുമില്ല ചേച്ചി. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ലവ് ഈസ് അൺപ്ലാനഡ്. അതെനിക്ക് മനസ്സിലാക്കി തന്നത് ആരവാ. ഞാൻ പുറത്തെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ലവിന് വേണ്ടി. പക്ഷേ എനിക്ക് വേണ്ടത് ഞാൻ ആരെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ ആരവ് ഇതുവരെ മറുപടി ഒന്നും തന്നിട്ടില്ലല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അറിയില്ല. പക്ഷെ ഐ കാൻ ഫോഴ്സ് ചെയ്യും. എനിക്കുള്ള ഫീലിങ്സ് ആർക്കും വേണമെന്ന് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി. എന്തായാലും വിഷമാവും അവർ നോ പറഞ്ഞ. നീ എന്തിനാ ഓവർ തിങ്ക് ചെയ്യുന്നേ? ഒരു പ്രാവശ്യം അങ്ങനെ നടന്നു എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം അങ്ങനെ നടക്കണമെന്നുണ്ടോ? നീയല്ലേ പറഞ്ഞേ വരുന്ന പെൺകുട്ടി ആയുഷിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത കല്യാണം കഴിക്കരുതെന്ന്? ഇത് നിറഞ്ഞ മനസ്സോടെ കൺമണി ഇങ്ങോട്ട് വന്ന് നിന്നോട് പറഞ്ഞത്. അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ കൺമണിക്ക് ആയുഷിയോടും. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നിനക്ക് കൺമണി ഇഷ്ടാന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇവനെ കൊണ്ട് നിനക്ക് കൺമണി ഇഷ്ടല്ലേ? പിന്നെന്താ? കൺമണി വന്നിട്ടുണ്ട്. വായു, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്ന് വെച്ചാ വരുന്നില്ല. ഓവറായി സംസാരിക്കില്ലേ? നിന്നെ കാണാൻ വേണ്ടി അവള് വരുന്നേ. നീ വായു, ഇവനോടൊക്കെ പറയുന്നത് വേസ്റ്റാ. കൺമണി, വായു ഇരിക്കും. ആരവ് അവനുള്ളിൽ തിരക്കുണ്ട്. നീ ഇരിക്കേ. കൺമണിക്ക് മാക്രോൺസ് മനസ്സിലായില്ല. പോടാ. കൺമണി ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? ആയിട്ടാ, ഓഫീസിൽ പണിയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ ബോറടിച്ചു. അതപ്പോ അവിടെ നിന്ന് ഇറങ്ങിയേ.
ശരി ഏട്ടാ, ലേറ്റായി. ഞാൻ ഇറങ്ങാം. ബില്ല് എന്തിനാ മോളെ ബില്ല്? ഇല്ല ഏട്ടാ, ഞാൻ അതിനൊന്നും ആയിട്ടില്ല. ശരി. ഇതാ നീ അവനോടൊന്ന് ചോദിക്കാം, അവനക്ക് എന്താ പറ്റിയെന്ന്. എന്തിനാ അവൻ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ആരും ഇപ്പൊ വരുന്നോ ഇല്ലയോ പുറത്തോട്ട്? ഇപ്പൊ നിന്റെ മനസ്സിൽ നീ എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നേ? നീ എന്തിനാ അവളിപ്പോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നിനക്കറിയാം നിന്നെ കാണാൻ വേണ്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നേന്ന്. അവൾ ജസ്റ്റ് നിന്റെ മുഖം കണ്ടു പോകുന്നത് നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? പാവം കുട്ടി, അവളെ മുഖം കണ്ടിട്ട് എനിക്കാകെ നിന്റെ വായിലത്തെ പഴം തിരികെ വെച്ചേക്കണോ? എന്തൊരു വേണമെന്ന് വെച്ചിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നേ, മതിയാ? അതെ, വേണമെന്ന് വെച്ചിട്ട് എന്നെ ഇപ്പൊ പുറത്തോട്ട് വരാതിരുന്നേ. അതിനിപ്പോ എന്താ? അവൾ പാവാടാ. നീ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? എല്ലാം തുടങ്ങിയതൊരു നുണയില്ല. അപ്പൊ നടന്നതെല്ലാം ഡ്രാമയാ. അങ്ങനെ ഒരു നുണ എന്റെ ലൈഫിൽ വേണ്ട. എന്റെ ലൈഫിലും ആയിഷയുടെ ലൈഫിലും. പക്ഷെ ആ നുണ ഫോൺ എടുക്കാൻ മറന്നതാ. കൺമണി, കൺമണി കരയാണോ? കരയല്ല കൺമണി, എനിക്കും കരച്ചില് വരുന്നു. ഇന്ന് കൺമണിക്ക് ബർത്ത്ഡേ ആണോ? ഇങ്ങനെ ഹഗ് ചെയ്ത എല്ലാം ശരിയാവും. അല്ല, മോളെന്താ ഇവിടെ? ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കായിരുന്നു. കൺമണിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഓടി വന്നതാ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ, എല്ലാരും എന്നെ വെയിറ്റ് ചെയ്യായിരിക്കും. ആയിക്കോട്ടെ, ശ്രദ്ധിക്കണേ കളിക്കുമ്പോ. ശരി. കുട്ടി കൺമണി. കൺമണിയുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണല്ലോ. ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കി കാണാനില്ലല്ലോ. ഇതുവരെ കൺമണി ഒന്നും കഴിച്ചില്ലേ? ആ,
നുണ സത്യമാക്കി എപ്പോഴോ നിന്റെ കൂടെ ജീവിക്കണം തോന്നിയിട്ട് എത്ര കാലായി. ഇപ്പം അതൊരു നുണയല്ല. നീ പറഞ്ഞ നുണ എൻ്റെ ലൈഫിൽ വേണം. അതിനുശേഷം നടന്ന എല്ലാതും എനിക്ക് വേണം. പക്ഷെ പേടിയാവുന്ന കൺമണി എനിക്ക്. ഞാനെങ്ങാനും നിന്നെ ഞാൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പേടിയാവുന്ന കൺമണി എനിക്ക്. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കൺമണി. അരുൺ ഡിസേർവ് ചെയ്യും. എനിക്കും എൻ്റെ ഗിൽറ്റിൻ്റെ ഇടയിലും നീ കഷ്ടപ്പെടണ്ട. എന്നെ പെട്ടെന്ന് മറന്നേക്ക്. ഞാനും ട്രൈ ചെയ്യാം. എല്ലാവർക്കും എന്റെ സുപ്രഭാതം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജ കൺമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിറ്റി FM 91.1. ജീവിതം വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ അത് വലിയ കള്ളാവും. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീവിതം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നേരിടും എന്നതിലാണ് കാര്യം. അതാണ് നമ്മളെ ശക്തരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകും. സോ ഇങ്ങനെയുള്ള കണ്ണിന്റെ ഇഷ്ടമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൺമണി ടോക്സ് ഫോളോ ചെയ്യണേ. സോ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് കോളിൽ എത്തിയിരിക്കുകയാണ്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹായ് കൺമണി, ഞാൻ അരുണാണ് സംസാരിക്കുന്നത്. ഹായ് അരുൺ, എന്താണ് വിശേഷം? സുഖായിരിക്കുന്നു കൺമണി. കൺമണിക്കോ? ഓ, ഞാനും സുഖായിരിക്കുന്നു. എന്താണ് അരുൺ എന്നോട് ചോദിക്കാനുള്ളത്? പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ തളരാതിരിക്കാൻ ഒരു ഫ്രീ അഡ്വൈസ് പറഞ്ഞാൽ മതി. ജീവിതത്തിൽ എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോറ്റുപോയ പോലെ തോന്നുന്ന സാഹചര്യങ്ങൾ വരും. പക്ഷേ അതൊന്നും അവസാനമല്ല. ചെല്ല്, പോയിട്ട് സംസാരിക്കേ. ഞാനാ? നീ പോ. എല്ലാ പ്രാവശ്യവും അവന്റെ അടി എനിക്ക് കിട്ടാറ്. ഈ പ്രാവശ്യം നീ പോയി മേടിക്കടാ. ആരവേ? എന്താടാ? ഡാ, നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാ ആർക്കാണ് നല്ലത്? നീയും സന്തോഷമല്ല, അവളും സന്തോഷത്തിലല്ല. ഡാ, എന്റെ മനസ്സിൽ എന്താ ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നിനക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി അത് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയൂല. സോ പ്ലീസ് ഡാ, നീ ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കല്ലേ. ഓക്കെ. അയ്യോ കൺമണി, അവിടെ നോക്ക്, അവിടെ കോയിൻസ് ഉണ്ട്. എടുക്കെടുക്ക്. ആ സൈഡിൽ പോയി ഞാൻ തോറ്റു പോവും. ഇനി എന്തോ ആയുഷി, ആരോ ആയോ? ഞാൻ ആയുഷിനെ കഫേയിൽ കൊണ്ടുപോകാൻ വന്നതാ. പപ്പ പ്ലീസ്, പപ്പ ഞാൻ കൺമണിയുടെ കൂടെ ഇരിക്കട്ടെ പപ്പ പ്ലീസ്. മോനെ, ആയുഷി ഇവിടെ ഇരുന്നോട്ടെ. ഇല്ലമ്മേ, ഞാൻ ആയുഷിനെ കൊണ്ടുപോവാ. ആയുഷി വന്നേ. പോയിട്ട് വാ. ഓക്കെ, ബൈ കൺമണി. അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. ശരി. ആയുഷിയോട് പോയി എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? അവളെ എന്റെ അടുത്ത് കൊണ്ടുപോയില്ല.
അവളോട് പൂർണ്ണമായി സംസാരിക്കാതെയായതും ആയുഷിയെ പോലും കൺമണിയുടെ കൂടെ നിർത്താതിരുന്നതും കൺമണിയെ ഒരുപാട് വേദനിപ്പിച്ചു. രണ്ടുപേർക്കും പറയാനുള്ളത് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ആരും അതിന് അവസരം ഉണ്ടാക്കാൻ നോക്കിയില്ല. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിട്ടും പരസ്പരം കട്ടിലെന്ന പോലെ കഴിയേണ്ടി വരുന്നത് അവർക്ക് സഹിക്കാനാവാത്ത കാര്യമായിരുന്നു. കൺമണി ആരവിന്റെ കഫേയിലേക്ക് പോകുന്നതും നിർത്തി. മീരയോടും കാർത്തിയോടും പോലും അവൾ മനസ്സ് തുറന്നൊന്നും പറഞ്ഞില്ല. മീരയ്ക്ക് 3ാം ട്രൈംസ്റ്റർ ആയതും വീടുകൾ തമ്മിൽ കുറച്ച് ദൂരമുണ്ടായിരുന്നത് കാരണം അവർക്ക് കൺമണിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് കൺമണിയാണ് ആഴ്ചയിൽ 2 തവണ അവരെ കാണാൻ പോയിരുന്നത്. പക്ഷെ ആരവിനെയോ വിവാഹത്തെക്കുറിച്ചോ അവൾ ഒരിക്കലും സംസാരിച്ചില്ല. ഈ കുഴപ്പങ്ങളൊക്കെ തന്റെ കാരണത്താലാണ് ഉണ്ടായതെന്ന് ആരവിന് നന്നായി അറിയാമായിരുന്നു. കുറ്റബോധം അവനെ വല്ലാതെ അലട്ടിയിരുന്നു. എല്ലാം തലകീഴാക്കി വെച്ചിട്ട് ഇനി ഇത് എങ്ങനെ ശരിയാക്കുമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. ഹലോ, യെസ് മാം. അതെ, ഓ ഞാനിതാ വരുന്നു. വരൂ സർ. മാം എന്തിനാ വിളിപ്പിച്ചത്? ഇപ്പോ ആയിഷ ഒന്നും പറഞ്ഞില്ലേ പാരന്റ്സ് മീറ്റിംഗ് ഉള്ളത്? ഷീ വാസ് ബ്രൈറ്റ് സ്റ്റുഡൻറ് ബിഫോർ. പക്ഷെ ഇപ്പൊ നോക്കുക, അവളെ മാർക്സ് വളരെ കുറവാണ്. ക്ലാസ്സിലൊന്നും ആക്റ്റീവേ അല്ല ഇപ്പോ. വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ലേ? ഇന്നെങ്കിലും ഒന്നും ഉണ്ടാവില്ല മാം. ഐ വിൽ ടേക്ക് കെയർ. എന്താ ആയുഷി ഇത്? ഹോംവർക്ക് നമ്മൾ രണ്ടാളും ഡെയിലി ഒരുമിച്ച് ചെയ്യുന്നതല്ലേ? പക്ഷെ മാർക്സ് എന്ത് ഇത്ര കുറവ്? ക്ലാസ്സിലൊക്കെ നീ ആക്റ്റീവ് അല്ലാന്ന് മാമ പറഞ്ഞേ. എന്താ പറ്റിയ മോളെ? ആയുഷി, മോളോടെ ഞാൻ ചോദിക്കുന്നേ. പപ്പ എന്താ എന്നെ കണ്ണീരോട് സംസാരിക്കാൻ സമ്മതിക്കാത്തെ? ഞാൻ എന്താ ചോദിക്കുന്നത്, നീ എന്താ പറയുന്നേ? പറയൂ പപ്പ. ഞാൻ എപ്പോഴും നിന്നോട് അവളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞേ. എനിക്ക് കൺമണി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാല് ശോഭമ്മയുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ കൺമണി ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യും, ഗെയിം കളിക്കും, കാർട്ടൂൺ കാണും. ഇപ്പോഴോ കൺമണിയുടെ വീട്ടിലേക്ക് പോകാൻ ഞാൻ ചോദിച്ചാൽ പപ്പ ഓരോ തവണയും ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കും. ഈവനിങ് ഫുള്ള് എന്നെ കഫേയിൽ കൊണ്ടുപോകും. വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് കൺമണിയുടെ വീട്ടിൽ പോകാൻ വിടില്ല. ഞായറാഴ്ച എവിടെയെങ്കിലും കൊണ്ടുപോകും. എനിക്കിതൊക്കെ ഭയങ്കര വിഷമാവുന്നു പപ്പ. പപ്പ ഇനി ഒന്നും പറയണ്ട. നമുക്കിനി കൺമണി നമ്മുടെ കൂടെ തന്നെ നിർത്താം. നീ കൊറേ ഓവർതിങ്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നിനക്കും കൺമണിക്കും അറിയാം. നീ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്നത് പോലെ ഉണ്ട്. നിനക്കും കൺമണിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അതിന് ആയിഷ എന്ത് വിളിച്ചു? എന്തിനാ നീ അവളെയും കൺമണിയും തമ്മിലുള്ള ബോണ്ട് നശിപ്പിക്കുന്നേ? ഇപ്പൊ നീ എടുത്ത തീരുമാനമൊക്കെ ഒന്നും കൂടി ആലോചിച്ചിട്ട് എടുത്താ പോരെ? ഇല്ലടാ, ഞങ്ങൾ കൺമണിയുടെ മുന്നിലുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും മൂവോണാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. 3 പേരോ? അപ്പൊ നിന്റെ മനസ്സിൽ അവളുണ്ട്? അതെല്ലാം ഉണ്ട്, പക്ഷെ അവൻ സമ്മതിച്ചു തരില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാം, അത്ര തന്നെ. ആദ്യം നീ എടുത്താ പിടിച്ചോന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം നിർത്ത്. നീ ഒന്ന് ചിന്തിക്കേ. നന്നായി ആലോചിച്ച ഒരു പുതിയ വഴി കിട്ടും.
ഒരു പുതിയ ആൻസർ എനിക്ക് കിട്ടും. നീ ഒന്ന് ചിന്തിക്ക്, അല്ലാതെ ഓടി വിളിക്കില്ല വേണ്ടത്. ഡാ, നിനക്ക് ഇത്രയോടുള്ള കുറ്റബോധം ഉണ്ടെങ്കിൽ അതൊന്ന് നീ പുറത്തു വരണം. ആയിഷയ്ക്ക് വേണ്ടി, കൺമണിക്ക് വേണ്ടി. അത്രേ ഞാൻ പറയുള്ളൂ. കൺമണി ആരവിനോടും ആയിഷയോടും ശരിക്കും സംസാരിച്ചിട്ട് കുറേ ആഴ്ചകളായി. ആയിഷും കൺമണിയും ഇടയ്ക്കൊക്കെ കാണുമെങ്കിലും പഴയ പോലെ കൂടെ സമയം ചെലവാക്കാൻ പറ്റിയിരുന്നില്ല. അതിനിടയിൽ കൺമണിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് ആരവായിരുന്നു. എന്തോ അവൻ അവളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ അവൻ്റെ കണ്ണുകൾ മാത്രം വേറെ കഥ പറഞ്ഞിരുന്നു. അവളെ കാണുമ്പോഴൊക്കെ ആ കണ്ണുകൾ അവളെ അവഗണിക്കാൻ പറ്റിയിരുന്നില്ല. എന്നെ ഒഴിവാക്കാനൊന്നും പറ്റില്ല, വെറുതെ ഓരോരോ സീന്. കൺമണി, കാർത്തികേട്ടാ, എന്താണ് ഒറ്റക്കിരിക്കുന്നേ? എല്ലാവരും ബിസിയാ, അതാ ഞാനിവിടെ വന്നിരുന്നേ. നീ എന്തെങ്കിലും ആലോചിച്ചു കൂട്ടുന്നേ? അതേട്ടാ, ഞാനൊരു ചെറിയ കുഴപ്പത്തിൽ പെട്ടിരിക്കുക. ഒരു ചെറിയ തുണ കാരണം ഒരു റിലേഷൻഷിപ്പിലെ അകപ്പൊടി മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ കഴിഞ്ഞ 14 എപ്പിസോഡിൽ നിന്ന് പറയേണ്ടി വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ? നീ ഒന്നല്ല 2 ചോദിക്കേ. ഓക്കെ ശരി, നീ ചോദിക്കേ. ഒരാള് സത്യമാണോ നുണയാണോ പറയണത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരാളുടെ സംസാരവും പെരുമാറ്റവും മാത്രം നോക്കിയാൽ അവൻ സത്യമാണോ കള്ളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആളുടെ കണ്ണ് നോക്കിയാൽ അവൻ പറയുന്ന വാക്കുകൾ സത്യമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്നുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള കാരണം എന്തായിരിക്കും? മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ കേൾക്കാതെ സ്വയം ഒരു കൺക്ലൂഷൻ എത്തിയതാണോ? അതോ സംസാരിച്ചു തീർക്കേണ്ട കാര്യം സംസാരിക്കാതെ വിട്ടതോ? ഒരാൾ പറയുന്നത് കേട്ട് പിന്നെ സത്യമാണെന്ന് നേരെ ചോദിച്ച് ഉറപ്പാക്കുന്നത് പോലെയാ. 2 പേരും തുറന്ന് സംസാരിച്ച ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും വരില്ല. അന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ കണ്ടത് നിർത്തി. ഇനി ഞാൻ തെറ്റായി ചിന്തിച്ചതാണ്. ഞാൻ പോയി സംസാരിക്കണം. എല്ലാം തുടങ്ങിയതൊരു നുണയില്ല. അപ്പൊ നടന്നതെല്ലാം ഡ്രാമയാ. അങ്ങനെ ഒരു നുണ എൻ്റെ ലൈഫിൽ വേണ്ട. എൻ്റെ ലൈഫിലും ആയിഷയുടെ ലൈഫിലും. പക്ഷെ ആ നുണ എന്താ, നിന്റെ സംശയത്തിനൊക്കെ ഉത്തരം കിട്ടിയോ? ആക്ച്വലി ഞാൻ ഈ ആംഗിളൊന്നും ചിന്തിച്ചതേയില്ല. താങ്ക്സ് ചേട്ടാ. ആരവേ, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? അതൊന്നുമില്ലമ്മേ. നിനക്കും കൺമണിക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾ രണ്ടാളും തന്നെ പറഞ്ഞു തീർക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ എത്ര ദൂരെത്തിയിട്ടും നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കാതെ മിണ്ടാതിരുന്നു. അത് തെറ്റല്ലേ? ആരവേ, നിനക്കാരും ശരി കൺമണിക്കാരും ശരി, ഞങ്ങൾക്ക് 2 പേർക്കും ഒരമ്മയുടെ സ്ഥാനത്തായിട്ട് ഞാൻ നിന്നിരുന്നേ. അത്
സത്യം അങ്ങനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ അമ്മോട് പറഞ്ഞു എന്താ കാര്യം? അമ്മേ, എനിക്കും എന്റെ കുറ്റബോധത്തിന് നടുവിൽ കൺമണി കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ട അവളെ നല്ലതിന് വേണ്ടി ഞാൻ അവളുടെ നല്ലതിന് വേണ്ടി ചിന്തിച്ചതൊക്കെ ശരി. അവളെ മനസ്സിലെന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൺമണി ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാ. ഒരു കുസൃതിയും കളിയൊക്കെ പിടിച്ചൊരു പെൺകുട്ടിയാ. പക്ഷെ അതേസമയം നല്ല പക്വതയും ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാ. അവൾക്ക് ഇഷ്ടമുള്ളവരാരെങ്കിലും അവളോടൊന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ച, അല്ലെങ്കിൽ ദേഷ്യത്തോടൊന്ന് സംസാരിച്ച അതവൾക്ക് സഹിക്കാൻ പറ്റില്ല. കൺമണിക്ക് മാത്രല്ല മോനെ, ആരായാലും ഇങ്ങനെ ഒരവസ്ഥ വന്ന് തളർന്നു പോകും. പക്ഷെ നിനക്കറിയോ എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയതെന്ന്? ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം നീ അതിനെ വലുതാക്കിക്കൊണ്ടേയിരുന്നു. ഒരുപക്ഷെ നീ ഒരു ശരിയായ കാരണം പറഞ്ഞ് അവളെ പ്രപ്പോസൽ നീ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് വേദനിച്ചേനെ. പക്ഷെ അവൾ റിക്കവർ ആയിക്കോളൂ. എന്നാൽ നീ ചെയ്തതോ, നീ ചെയ്യാൻ പോകുന്നതോ, നീ കൂടുതൽ അവളെ തകർത്ത് കളയത്തേ ഉള്ളൂ. ആരവേ, അവളില്ലാണ്ടായി പോവും. ഞാൻ നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല. എന്തായാലും നിങ്ങൾ രണ്ടാളും സംസാരിച്ച് ക്ലിയർ ചെയ്യേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ല കൺമണി, ഏട്ടനായിട്ടൊന്നും പോയി കണ്ടില്ലേ? എന്താ ഒരവസ്ഥ? സുഖാണോ? ആ, ഈ ഞായറാഴ്ച ഞാൻ പോയിരുന്നു. സുഖമായിരിക്കുന്നു. അല്ല, അവരിപ്പോ ഇനി എവിടെ വീട് നോക്കുന്നേ? വീടോ? വീടെന്തിനാ ഏട്ടനെ നോക്കുന്നേ? ഏട്ടനല്ല, ആരോ വീട് മാറാത്രേ. അതാ ചോദിച്ചേ. വീട് മാറാന്നോ? ആ, നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ വിചാരിച്ചേ. ഇത് മതിയാണ് ആളുകൾ കത്താൻ. ഞാൻ പറഞ്ഞ പോലുമില്ല. എന്താ? ഒന്നുമില്ല, ഞാൻ അതാ വരുന്നു. എല്ലാം നല്ല പോലാക്കി തരണേ ഭഗവാനെ. ആരവേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകട്ടെ, അതിനെന്തിനാ എന്നെ ആയിഷേനും അകറ്റുന്നേ? അത് ഇത്ര നാളെ എന്നോടൊരു കൃത്യമായ മറുപടി പോലെ ഇയാൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ നീന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒരു നാളെയാണോ? എപ്പോഴെങ്കിലും എന്തെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് കൺമണി. പക്ഷെ ഞാൻ നിനക്ക് വേണ്ട കൺമണി. ഞാനൊരു പേടിത്തൊണ്ടനാ കൺമണി. റിയാലിറ്റി കണ്ട് പേടിച്ച് ഒളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പേടിയാ. ഞാൻ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ ഒരു ഗിൽട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫിൻ്റെ ഇടയിൽ ഒരു വലിയ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. പക്ഷെ ഞാനത് മനസ്സിൽ പോലും അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ പറഞ്ഞതൊരു ശിക്ഷയായിട്ട് അന്ന് രാത്രി കാർ ആക്സിഡന്റിൽ അവള് അന്നാണ് എൻ്റെ ആയുഷ് ജനിച്ചത്.
ലൈഫ് ഫുള്ള് എൻ്റെ മോള് മാത്രം മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. കൺമണി വരുന്നത് വരെ നീ വന്ന് എല്ലാം മാറ്റി. ആയുഷ്യം മുതൽ എൻ്റെ മനസ്സ് വരെ എപ്പോൾ ഏത് സെക്കൻഡിൽ നീ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയെന്ന് എനിക്കറിയില്ല കൺമണി. പക്ഷെ എൻ്റെ മനസ്സാക്ഷിക്കറിയാം നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നിന്നോടത് പറയാതിരുന്നത് എൻ്റെ ഉള്ളിൽ ആ ഗിൽട്ട്, അത് കാരണമാണ് നമ്മൾ രണ്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഗിൽട്ടിൽ നീ കിടന്ന് കഷ്ടപ്പെടണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതേസമയം I don't want to lose you and I don't deserve you. ഈ പേടിത്തൊണ്ടരം നിനക്ക് വേണ്ട. ആരവേ, ഈ ലോകത്ത് 100% ധൈര്യമുള്ളവരോ 100% പേടിയില്ലാത്തവരോ ആരുമില്ല. എല്ലാവരുടെയും മനസ്സിൽ പേടിയുണ്ട്, ധൈര്യമുണ്ട്. സാഹചര്യം അനുസരിച്ചാണ് ഓരോന്ന് പുറത്തു വരുന്നത്. അപ്പോഴെല്ലാം അവരൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ആരവേ, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. അതൊരു വിധിയാണ്, അത് നടന്നു. എനിക്കറിയാം നിങ്ങൾക്കന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു പാഠവും അതുപോലെ തന്നെ ഒരു വലിയ നഷ്ടവും സംഭവിച്ചെന്ന്. പക്ഷേ വാട്ട് എവർ ഹാപ്പൻസ്, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ, റൈറ്റ്? പുതിയ മാറ്റങ്ങൾ സ്വീകരിച്ച് ദൈവം കാണിച്ചു തരുന്നൊരു പുതിയ വഴിയിലൂടെ പോകണ്ടേ? യു ഡിസേർവ് ഓൾ ദ ലവ്. ആരവേ, നിങ്ങളുടെ ഗിൽട്ട് കാരണം നിങ്ങളുടെ മനസ്സ് ഡിസേർവ് ചെയ്യുന്ന ലവ് കിട്ടരുതെന്ന് എന്തിനാ വാശി പിടിക്കുന്നേ? ഇപ്പം ഞാനായതുകൊണ്ട് പറയുന്നതല്ല, എൻ്റെ ഈ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പറയത്തുള്ളൂ. ആരവേ, ഇങ്ങനെ ഇരുന്നാൽ എനിക്കിഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്. Sorry. I'm sorry too. ഇതൊന്നും എൻ്റെ തെറ്റല്ല. ഞാനിപ്പോ തല്ലുടേത് കുറച്ച് മുന്നേ തല്ലുടേ മതിയായിരുന്നില്ലേ? കൺമണി, ഞാനിതുവരെ നീ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. നമുക്ക് കല്യാണം കഴിക്കാം. மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க, மாமன் சொன்ன சங்கதி எல்லாம் மனசுல வச்சுக்க. மாமங்கார ராத்திரி வந்தா மடியில கட்டிக்க, மாமன் சொன்ன சங்கதி எல்லாம் மனசுல வச்சுக்க. ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன். ഒരു പെണ്ണോട് തോന്നിടും. നിനക്കൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറായി അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ I need some time to accept all the changes and confess my feelings. എൻ്റെ ഉള്ളിലെ ഗിൽട്ട് മുഴുവനും പോകണം. ഒരു നിറഞ്ഞ മനസ്സോടെ നിന്നെ പ്രപ്പോസ് ചെയ്യണം. നീയല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതുവരെ നീ വെയിറ്റ് ചെയ്യും. கண்ணாலனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டுமே இன்னும் பேசவில்லை. ஆனான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானும். உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறுமே.